ഡിസ്ക് ബൾജ് കൂടുതലായിട്ട് സ്പൈനൽ നെർവിനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ലക്ഷണം എന്ന് പറയുന്നത് കാലിലേക്കുള്ള തരിപ്പും വേദനയും പുകച്ചിലും ഒക്കെയാണ്. കോമൺ ആയിട്ട് ഇതിനെ സയാറ്റിക്ക എന്നാണ് വിളിക്കുന്നത്. ചില ആളുകൾക്ക് അത് നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് കാലിൻ്റെ പാദം വരുന്ന രീതിയിലാവാം പെയിന് കാണുന്നത്. ചില ആളുകൾക്ക് മുട്ടിന് താഴെയുള്ള മസിലുകളിലോ അല്ലെങ്കിൽ തൈ മസിൽസിലോ ഒക്കെയുള്ള വേദനയായിട്ട് കാണാറുണ്ട്. വേദന ഇല്ലാതെ തരിപ്പ് മാത്രമായിട്ടും അല്ലെങ്കിൽ പുകച്ചിൽ മാത്രമായിട്ടും കാണാറുമുണ്ട്. വളരെ സിവിയർ ആയിട്ടുള്ള കേസുകളിൽ മസിൽസിന് വരുന്ന വീക്ക്നെസ് പ്രധാനമായിട്ടും തള്ളവിരലിൻ്റെ മസിൽസിലോ അല്ലെങ്കിൽ കാൽപാദത്തിനെയോ ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ബലക്കുറവും കണ്ടുവരുന്നുണ്ട്. സാധാരണഗതിയിൽ ഡിസ്ക് ബൾജിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് മാനേജ്മെന്റ് ആണ്. വളരെ ചുരുങ്ങിയ കേസുകളിൽ മാത്രമാണ് സർജറി ആവശ്യമായിട്ട് വരുന്നത്. നടുവേദന അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്ക് ബൾജ് ഉള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ ആണ്. അയാൾ മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അയാളുടെ ബോഡീനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു റീഹാബിലിറ്റേഷനിൽ ചെയ്തു വരുന്നത്. ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതെ അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് തേടേണ്ടതാണ്.